ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ 5 ഞണ്ടാണ്. ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഞണ്ട് എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നു നോക്കാം. ഞാൻ ആദ്യം അതിന്റെ കാലുകളൊക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിന്റെ പുറന്തോട് കളയണം. നമ്മൾ പുറന്തോടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി 2 സൈഡിൽ കാണുന്ന കറുത്ത സാധനം നമുക്കത് പറിച്ച് കളയാം. അതിനുശേഷം ഉള്ളിലുള്ള ആ മുട്ടയൊക്കെ നമുക്ക് എടുത്ത് കളയാം. നിങ്ങൾക്ക് മുട്ട ആവശ്യമുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് മൊത്തം റിമൂവ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് നേരം ഒരു വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്തെടുത്ത ഞണ്ടാണിത്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 5 ചെറിയുള്ളി അരിഞ്ഞതും 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഞണ്ടിനുള്ളിൽ വെള്ളം ഇതിലേക്ക് വേകുന്ന സമയത്ത് ഇറങ്ങി വരും. അതുകൊണ്ടിട്ടാണ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലാ സൈഡിലും പിടിക്കണം. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ഞണ്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞണ്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. കാരണം നമ്മുടെ ഞണ്ടൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കണമെന്നില്ല. ഞാനിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഞണ്ടിൻ്റെ ചാറെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ 2 സവാള, 10 പച്ചമുളക്, 30 അല്ലി വെളുത്തുള്ളി, 10 വലിയ ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമില്ല. സവാള നല്ല നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം നമ്മൾ. പച്ചമുളക് ഞാനിവിടെ 2ആയിട്ട് കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി ഇവയിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാനിവിടെ 1 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സവോള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയൊക്കെ വേഗം വെന്ത് പോവും. ഇപ്പം നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഞണ്ടിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഇത്തിരി എരിവോട് കൂടിയിട്ടുള്ള ഞണ്ട് കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സവോളയൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് ഉടച്ചെടുക്കണം. അതിന് ശേഷം ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളക് 10 ഇട്ടിട്ടുണ്ട്. അതിന് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പം കുറച്ച് കളറൊക്കെ ഉണ്ടാവും നമ്മുടെ കറിക്ക്. ഇനി അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഞാനിതിൽ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പശുവും പാൽ ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കറിയാണിത്. ഞാനിവിടെ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ.
അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഞണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ആ പാലിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞണ്ടൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.